പാരസ്പര്യബോധവും സഹോദരമത സ്നേഹവും കൊണ്ട് മനുഷ്യത്വ മനോഹാരിതയുടെ മഹോന്നത മുദ്രകൾ തീർത്ത മതമൈത്രിയുടെ സുവർണവർണം കൺകുളിർമ നൽകിയ പൂർവിക പാതടികൾ അനുധാവനം ചെയ്ത മലബാറിന്റെ പെരുമകൾ പറയുന്ന മാണിക്യക്കല്ലായ മലപ്പുറം ജില്ലയിൽ ആത്മീയ ഹസ്തങ്ങൾ നീട്ടിയ പുണ്യാത്മാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പൊന്നാനി താലൂക്കിന്റെ ചരിത്ര ഭൂമികയിൽ ഇരുളടഞ്ഞ നാട്ടിടവഴികളിൽ ജാതിമത ചിന്തകൾക്കപ്പുറം പൊങ്ങച്ചത്തിന്റെയും ആഡംബരത്തിന്റെയും വർണ്ണക്കൂട്ടുകളില്ലാതെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ജീവശ്വാസം പോലെ ചേർത്തുപിടിച്ചും കാത്തുവച്ചും സ്നേഹസാന്ത്വനത്തിന്റെ കാവലാളുകൾ കൈകോർത്തു നിന്ന വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ കുറ്റിപ്പാല പ്രദേശം. കുറ്റിപ്പാല പ്രദേശത്തുള്ള ആളുകൾക്ക് ദീനീ വിജ്ഞാനം നൽകുക എന്ന ഉദ്ദേശത്തോടെ 1969-70 കാലയളവിൽ മർഹൂം മാമുട്ടിമൊല്ല എന്ന പൂർവസൂരിയുടെ അധ്യാപനത്തിൽ പ്രദേശത്ത് മർഹൂം മാനുപ്പറമ്പിൽ മുഹമ്മദ് ക എന്ന മഹത് വ്യക്തി നൽകിയ സ്ഥലത്ത് ചെറിയ ഒരു ഓത്തുപള്ളി കുടിൽ കെട്ടി സ്ഥാപിച്ചു. അതിൽ ദീനീ വിജ്ഞാനത്തിന്റെ പ്രാരംഭം കുറിക്കുകയും നമ്മുടെ മക്കൾക്ക് ഖുർആൻ ഓതാനുള്ള അറിവ് പകർന്നു കൊടുക്കുകയും ചെയ്തു പോന്നു. പിന്നീട് ആ സ്ഥലത്ത് നിന്ന് അത് മാറ്റേണ്ടി വരികയും മാറ്റേണ്ടി വന്ന ഓത്തുപള്ളി പുനഃസ്ഥാപിക്കാൻ മർഹൂം പൂത്തൃക്കാവിൽ അബ്ദുള്ളക്കുട്ടി ഹാജിയുടെ ഭാര്യ മാതാവ് കൊടക്കാട്ട് ആമിനാത്ത സ്ഥലം നൽകുകയും ആ സ്ഥലത്ത് നന്മ നിറഞ്ഞ സുമനസ്സുകളുടെ സഹായത്തോടെ ചെറിയ ഓടുമേഞ്ഞ കെട്ടിടം പണിയുകയും ഓത്തുപള്ളി എന്ന പഠന സംവിധാനത്തിൽ നിന്ന് മാറി ഒരു മദ്രസയായി രൂപാന്തരപ്പെടുകയും ചെയ്തു. ആ മദ്രസയ്ക്ക് മുനവ്വിറുൽ ഇസ്ലാം എന്ന് നാമകരണം നൽകി. അത് ഏകദേശം 1970 കാലയളവിലായിരുന്നു. അതിന്റെ മേൽനോട്ടം വഹിക്കാനും നടത്തിക്കൊണ്ടു പോകാനും ഒരു കമ്മിറ്റിക്ക് രൂപകൽപ്പന ചെയ്യുകയും അതിന് കീഴിലായി മദ്രസ പഠനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പ്രഥമ കമ്മിറ്റി പ്രസിഡന്റായി ബഹുമാനപ്പെട്ട MK കുഞ്ഞിപ്പ ഹാജിയും ജനറൽ സെക്രട്ടറിയായി മർഹൂം പൂത്തൃക്കാവിൽ അബ്ദുള്ളക്കുട്ടി ഹാജിയും അടങ്ങുന്ന പ്രവർത്തക സമിതി നിലവിൽ വന്ന പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ കാലങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും ത്യാഗങ്ങളും പ്രവർത്തക സമിതി നേരിടുകയും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോയി. പിന്നീടാണ് മദ്രസയ്ക്ക് കീഴിൽ കുറ്റിപ്പാല പ്രദേശത്ത് ഒരു നിസ്കാര പള്ളി വേണമെന്ന ആഗ്രഹം ഇവർക്കിടയിൽ ഉടലെടുത്തത്. അതിനാവശ്യമായ സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു. പള്ളിക്ക് ആവശ്യമായ സ്ഥലമായത് കൊണ്ട് മർഹൂം MK അബ്ദുള്ളക്ക ചെറിയ പ്രതിഫലം പറഞ്ഞ് 2 സെന്റ് സ്ഥലം നൽകി. അതിനാവശ്യമായ പണം ഒരു ഓഹരി അദ്ദേഹം തന്നെ നൽകുകയും ബാക്കി വരുന്ന പണം പൂക്കരവളപ്പിൽ അബ്ദുക്ക, വേരുമ്പുലാക്കൽ വാപ്പുട്ടിക്ക, മരയങ്ങാട്ട് കുഞ്ഞുമാൻക, മനമക്കാവിൽ കുഞ്ഞിപ്പ ഹാജി, തലയണപ്പറമ്പിൽ ലേനുക്ക, പൂവത്തുപറമ്പിൽ ബഷീർ അടക്കമുള്ള 7 മഹൽ വ്യക്തികൾ നൽകി. പിന്നീട് പള്ളി പണിയാൻ വേണ്ട ഒരുക്കങ്ങൾ നടന്നു. ചർച്ചകൾ ഉണ്ടായി. അങ്ങനെ നിലവിൽ വാങ്ങിയ സ്ഥലം പള്ളി വെക്കാൻ മതിയാകില്ല എന്ന് വന്നപ്പോൾ ആ സ്ഥലം അങ്ങനെ വഖഫായി കിടന്നു. പിന്നീട് പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം ബഹുമാനപ്പെട്ട CP കുഞ്ഞിപ്പ ഹാജി എന്ന മഹൽ വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്തു നിന്ന് ദാനമായി നൽകി. അവിടെ റാസൽ ഖൈമയിൽ നിന്നുള്ള ജാസിം സാലഹ് എന്ന UAE പൗരനിൽ നിന്ന് മർഹൂം KV ഹംസ ഉസ്താദിന്റെ പ്രയത്നഫലമായി മാങ്ങാട്ടൂർ മൗലവിയുടെ സഹായത്തോടെ പള്ളി നിർമ്മിക്കാൻ ആവശ്യമായ പണം ലഭിക്കുകയും വിശാലമായ പള്ളി നാടിനെ സമർപ്പിക്കാനും സാധിച്ചു. ഇതിലൂടെ പൂർവികരുടെ പള്ളി എന്ന സ്വപ്നം പൂവണിയുകയും ചെയ്തു. പിന്നീട് പള്ളിയുടെ കിഴക്ക് വശത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് CP കുഞ്ഞിപ്പ ഹാജി അവരുടെ പ്രിയ പത്നിയുടെ പേരിൽ വഖഫായി വീണ്ടും സ്ഥലം നൽകുകയുണ്ടായി. ഉസ്താദ് KV ഹംസ മൗലിയുടെ വിലമതിക്കാനാവാത്ത പ്രവർത്തനങ്ങൾ നാട്ടിൽ നടന്നു. ഉസ്താദ് മദ്രസയുടെ സ്വദർ അധ്യാപകനായി വന്നതോടെ മദ്രസയ്ക്ക് ജനകീയ മുഖം ലഭിക്കുകയും മദ്രസയുടെ പ്രവർത്തനങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളായി മാറുകയും ചെയ്തു. അങ്ങനെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തനം മുന്നോട്ട് നീങ്ങുകയും മികവിനനുസരിച്ച് മദ്രസയിൽ കുട്ടികൾ വർദ്ധിക്കുകയും ചെയ്തു. ആനുപാതികമായി ക്ലാസുകളും അധ്യാപകരെയും വർദ്ധിപ്പിച്ചു. ഇവർക്കാവശ്യമായ വേതനം നൽകി വരാൻ ചെറിയ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ പരിഹാരം കണ്ടെത്താൻ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു. പരിഹാരമായി മദ്രസയ്ക്ക് വരുമാനം കണ്ടെത്താൻ
പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി മദ്രസയ്ക്ക് കീഴിൽ ഒരു ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ തീരുമാനമായി. അതിനാവശ്യമായ പണം എല്ലാവരും കൂടി സ്വരൂപിക്കുകയും അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി വാങ്ങാനും ധാരണയായി. പലരുമായി സംസാരം നടന്നുവെങ്കിലും ഒടുവിൽ CP കുഞ്ഞിപ്പ ഹാജിയും PV സുലൈമാൻ ഹാജിയും അതിനാവശ്യമായ സ്ഥലം മേടിച്ചു നൽകി. അവിടെ ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ ഹംസ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അന്നത്തെ പ്രഗത്ഭനായ പ്രഭാഷകരുടെ പ്രഭാഷണം നടത്തി അതിലൂടെ ഇതിനാവശ്യമായ പണം കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെ നാട്ടിലെയും അയൽ നാട്ടിലെയും സുമനസ്സുകളുടെ സഹായത്തോടെ MIM ആൻഡ് MIS പ്രവർത്തകരുടെ അതിത്യാഗമേറിയ കഷ്ടപ്പാടുകൾക്കൊടുവിൽ അതിൽ 6 ചെറിയ ക്വാർട്ടേഴ്സുകൾ പണിതീർത്തു മദ്രസയ്ക്ക് സമർപ്പിച്ചു. കരിങ്കല്ലേറ്റിയും മണ്ണ് ചുമന്നും വാഹന സൗകര്യമില്ലാത്ത ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് സാധന സാമഗ്രികൾ എത്തിച്ച സഹോദരങ്ങളെ ഈ സമയം കൃതജ്ഞതയോടെ ഓർത്തു പോവുകയാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ. ആമീൻ. ക്വാർട്ടേഴ്സിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ ഫണ്ട് കൊണ്ട് മദ്രസയുടെ നടത്തിപ്പിന് പരിഹാരമായി. മദ്രസ പ്രവർത്തനം മുന്നോട്ട് നീങ്ങി തുടങ്ങി. കുട്ടികളും ക്ലാസുകളും കൂടി വന്നു. മദ്രസയുടെ പേര് മുനവ്വറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയായി മാറി. ക്ലാസുകൾക്ക് ആവശ്യമായ സൗകര്യമില്ലായ്മയും സ്ഥാപനത്തിന്റെ കാലപ്പഴക്കവും കാരണം മദ്രസ റീവർക്ക് ചെയ്യാൻ കമ്മിറ്റിയിൽ ചർച്ച വന്നു. റീവർക്കിന് പകരം മദ്രസ നമുക്ക് പുതുക്കി പണിയണമെന്ന് ഹംസ ഉസ്താദിന്റെ ചർച്ച വെക്കുകയും അതിലൂടെ മദ്രസയുടെ ക്ലാസുകൾ കൂട്ടുകയും സൗകര്യം വിപുലമാക്കുകയും ചെയ്യാം എന്ന ധാരണയിൽ കമ്മിറ്റി എത്തി. ചർച്ചകൾക്കൊടുവിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തലായി പിന്നീടുള്ള ലക്ഷ്യം. നാളുകൾ അങ്ങനെ നീണ്ടു. അള്ളാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകി ഞങ്ങളുടെ പ്രിയ ഹംസ ഉസ്താദ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി. മരിക്കുന്ന ആഴ്ചകൾക്ക് മുന്നേ ഉസ്താദ് മദ്രസയിൽ എത്തുകയും മദ്രസ പുതുക്കി പണിയണമെന്നും ഉഷാറാക്കണമെന്നും അവിടെ കൂടിയവരുമായി ആഗ്രഹം പങ്കുവെച്ചാണ് അന്ന് അവിടുന്ന് യാത്ര പോയത്. ഉസ്താദിന് വേണ്ടിയുള്ള അനുസ്മരണ ദുആ മജ്ലിസിൽ മേൽ വിഷയം പരാമർശിച്ചപ്പോൾ നിറക്കണ്ണുകളോടെ അവിടെ കൂടിയ ആളുകൾ ആ വസിയത്ത് നെഞ്ചോട് ചേർത്തു. സദസ്സിൽ കൂടിയവർ ഉസ്താദിന്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു അനർഘ നിമിഷമായി ആ വേദി മാറി. ഇതിനോടനുബന്ധിച്ച് ഉസ്താദിന്റെ അരുമ ശിഷ്യന്മാരും സുമനസ്സുകളായ ഉസ്താദിനോട് അടുപ്പമുള്ള സഹോദരങ്ങളും ഗൾഫ് സഹോദരങ്ങളും കമ്മിറ്റി ഭാരവാഹികളും ചർച്ചകൾ നടത്തി. പരിഹാരമായി നിലവിലെ മദ്രസ പുതുക്കി പണിയാൻ തീരുമാനമായി. അതിന്റെ ഭാഗമായി നിരന്തരമുള്ള കൂടിയിരിക്കലുകളും ചർച്ചകളും നാട്ടിലും വിദേശത്തുമായി നടന്നു. അതിന് വേണ്ട ഫണ്ട് കണ്ടെത്താൻ ഒരുക്കങ്ങൾ തുടങ്ങി. സുമനസ്സുകളായ PV സുലൈമാൻ ഹാജി, M മുസ്തഫ, K കുഞ്ഞനു തുടങ്ങിയവരുടെ വലിയ സഹായം മദ്രസയ്ക്ക് വാഗ്ദാനമായി ലഭിച്ചു. പിന്നീട് നാട്ടിലെയും അയൽ നാട്ടിലെയും ഇതര സമുദായത്തിലെയും നന്മ നിറഞ്ഞ ഒട്ടനവധി സഹോദരങ്ങൾ സഹായവുമായി മുന്നോട്ട് വന്നു. നിലവിലെ മദ്രസ പൊളിച്ചു താൽക്കാലിക ഷെഡ് നിർമ്മിച്ചു. പഠനം തുടരുകയും ചെയ്തു. പ്രസിഡന്റ് P ഇബ്രാഹിം, സെക്രട്ടറി VI ഇബ്രാഹിം തുടങ്ങിയ കമ്മിറ്റി ഭാരവാഹികളും PV ഫസൽ, PV മുനവർ, CP ഫിറോസ്, K അലി, UK ഹംസ, K സമദ്, K ഫസൽ റഹ്മാൻ തുടങ്ങിയ യുവനിരയും കർമ്മരംഗത്ത് രാപ്പകലില്ലാതെ സജീവമായി. പ്രസ്തുത പ്രൊജക്ടിന്റെ ബിൽഡിംഗ് പ്ലാൻ CM ഷാജി സാഫ്കോ ബിൽഡേഴ്സ് അവർകളും കൈപ്പള്ളി ശിഹാബ് കോൺട്രാക്ടറായും പണിയാരംഭിച്ചു. 1.5 വർഷം കൊണ്ട് അമ്പരചുംബി പോലെ പ്രകാശിതമായ ഇരുനില കെട്ടിട സമുച്ചയം ചുറുചുറുക്കുള്ള യുവാക്കളുടെ മേൽനോട്ടത്തിൽ കാരണവന്മാരുടെ കീഴിലായി വിശാലമായ സൗകര്യത്തോടെ പണി കഴിപ്പിച്ചു. നാടിന് സമർപ്പിക്കാനും ബഹുമാനപ്പെട്ട ഹംസ ഉസ്താദിന്റെ ആഗ്രഹം നിറവേറ്റാനും സാധിച്ചു. ഇതിന്റെ കീഴിലായി പുതിയ 2 പൊൻതൂവൽ കൂടി വിടർന്നു നിൽക്കുകയാണ്. ഒന്ന്, പള്ളി നിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ കാണിച്ച സ്ഥലത്ത് നമ്മുടെ നിലവിലെ പള്ളി നടത്തിപ്പിന് വേണ്ടി പൂക്കരവളപ്പിൽ സുലൈമാൻ ഹാജി അവരുടെ ഉപ്പയുടെ സ്മരണാർത്ഥം സുന്ദരമായ ഇരുനില കെട്ടിടം നിർമ്മിച്ചു മദ്രസയ്ക്ക് സമർപ്പിച്ചു. കമ്മിറ്റി അതിന് പൂക്കരവളപ്പിൽ അബ്ദു ആൻഡ് ഖദീജ സ്മാരക ബിൽഡിംഗ് എന്ന് നാമകരണവും ചെയ്തു. രണ്ടാമതായി പൊളിച്ചു മാറ്റിയ ഓത്തുപള്ളിയുടെ ഓർമ്മയ്ക്കായി അതേ സ്ഥലത്ത് ബഹുമാനപ്പെട്ട തുറക്കൽ മൊയ്തീൻ കുട്ടി ഹാജി എന്ന മഹാമനീഷി നമ്മുടെ മദ്രസയ്ക്ക് ഇപ്പോൾ അവരുടെ അധീനതയിലുള്ള ഭൂമി ദാനമായി നൽകുകയും ചെയ്തു. പ്രസ്തുത സ്ഥലത്ത്
നിലവിലെ MIM കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം അവിടെ മദ്രസയ്ക്ക് വേണ്ടി ഒരു വില്ല പ്രൊജക്ട് കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. പ്രസ്തുത പ്രൊജക്ടിന്റെ പ്ലാൻ ആൻഡ് എലിവേഷൻ MP നൌഷാദ് N സ്റ്റുഡിയോ കോൺട്രാക്ടർ സിറാജുദ്ദീൻ അനാസാഗർ കൺസ്ട്രക്ഷൻസ് എന്നിവർക്ക് പണികൾ നൽകി. അതിന്റെ ഭാഗമായി MIM UAE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗൾഫിൽ യോഗം കൂടി. നമ്മുടെ സഹോദരങ്ങൾ ദുബായ് കേന്ദ്രീകരിച്ചു പ്രവർത്തനം ആരംഭിച്ചു. ഈ ചെറിയ കാലയളവിൽ നിലവിലെ കമ്മിറ്റി ഭാരവാഹികളുടെ അശ്രാന്ത പരിശ്രമത്താൽ ഈ കാണുന്ന രീതിയിൽ അതിമനോഹരമായി പണി കഴിപ്പിച്ചു നാടിന് സമർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാ. മനസ്സും ശരീരവും സമ്പത്തും ചിലവഴിച്ചിട്ടാണ് ഈ നേട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നത്. അപ്പാർട്ട്മെന്റിന്റെ താഴത്തെ നില പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന വ്യാകുലതയിൽ നിലനിൽക്കുമ്പോൾ അതിന് മുകളിലേക്കും പണി തുടങ്ങി വെച്ച് 2 നില അപ്പാർട്ട്മെന്റ് കെട്ടിടം പൂർത്തീകരിച്ചു നൽകി. ഒരത്ഭുതം സമ്മാനിച്ച സുലൈമാൻ ഹാജിയെയും ഈ പദ്ധതിക്കു വേണ്ട മുഴുവൻ സാനിറ്ററി വസ്തുക്കളും സ്വന്തം സ്ഥാപനത്തിൽ നിന്നും സ്വതക്കയായി നൽകിയ ആളത്ത് ജമാലുദ്ദീൻ എന്നവരെയും നന്ദിയോടെ ഓർക്കുന്നതോടൊപ്പം അല്ലാഹു അവരിൽ നിന്ന് ജാരിയായ സ്വതക്കയായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദീനീ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹായിച്ചു സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നാഥൻ ഇരുവീട്ടിലും നൽകി അനുഗ്രഹിക്കട്ടെ. സർവ്വതും സമർപ്പിച്ചു ഈ വൈജ്ഞാനിക ഗോപുരത്തെ നമുക്ക് സമർപ്പിച്ച നമുക്ക് മുന്നേ വഴി നടന്ന പൂർവ്വസൂരികളെ ഓർക്കുകയാണ്. അണമുറിയാത്ത പ്രതിഫലം അവരുടെ ഖബറിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വാർദ്ധക്യത്തിലും തളരാതെ ഊർജസ്വലതയുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കൂട്ടം കാരണവന്മാരുടെ നിരയാണ് ഈ സംരംഭങ്ങളുടെ കരുത്ത്. അല്ലാഹു അവരുടെ കരങ്ങൾക്ക് ശക്തി പകരട്ടെ. ഈ നേതൃനിരയിലായി ഒരുപാട് കാലം മുന്നോട്ടു പോവാൻ അവർക്ക് ആയുരാരോഗ്യം നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു പ്രാർത്ഥനയോടെ. മുനവ്വിറുൽ ഇസ്ലാം നാൾ വഴികൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു.